ഹലോ ഫ്രണ്ട്സ്, 8ാം ക്ലാസ്സിലെ ബയോളജിയിലെ ആദ്യ അധ്യായമായിട്ടുള്ള നട്ട് നനയ്ക്കാം നന്മകൾ കൊയ്യാം എന്ന പാഠഭാഗത്തിൻ്റെ പാർട്ട് 2 വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇത് നമുക്ക് കൊടുക്കുംതോറും നേരിടും അവിടെ മുതലാണ് നമുക്ക് എടുക്കാനുള്ളത്. സസ്യങ്ങൾക്ക് ലഭിക്കുന്ന മൂലകങ്ങളെല്ലാം വിവിധ രൂപത്തിൽ അവയെ ആഹാരമാക്കുന്ന നമുക്കും ലഭിക്കുമല്ലോ. താഴെ ഒരു ടേബിൾ തന്നിട്ടുണ്ട്. ആ ടേബിൾ പരിശോധിച്ചിട്ട് ഒരു പട്ടിക, ആ പട്ടികയിൽ തന്നിട്ടുള്ള കാര്യങ്ങൾ നോക്കിയിട്ട് നാടൻ ഇനങ്ങൾ, നമ്മുടെ നാടൻ പച്ചക്കറികളും നമ്മുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തേണ്ടതിൻ്റെ ആവശ്യകത എന്താണെന്ന് മനസ്സിലാക്കാനാണ് പറയുന്നത്. എന്തൊക്കെയാണ് അവിടെ തന്നിട്ടുള്ളത്? പച്ചക്കറികൾ, ചേമ്പില, കറിവേപ്പില, മുരിങ്ങയില, മധുരച്ചീര, ക്യാബേജ്, ബീട്രൂട്ട്, കോളിഫ്ലവർ. ഇനി ഓരോന്നിലും അടങ്ങിയിട്ടുള്ള പ്രോട്ടീൻ, നാര്, അന്നജം തുടങ്ങിയ കാര്യങ്ങളും തന്നിട്ടുണ്ട്. അപ്പോൾ ആ ടേബിൾ നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും, ചേമ്പില, കറിവേപ്പില, മുരിങ്ങയില പോലുള്ള നാടൻ ഇനങ്ങളിൽ നമ്മുടെ ശരീരത്തിന് ആവശ്യമായിട്ടുള്ള കരോട്ടീൻ, അന്നജം, പ്രോട്ടീൻ ഒക്കെ ഒരുപാട് അളവിൽ അടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇവയെ നമ്മുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുക വഴി നമ്മുടെ ശരീരത്തിന് അത് ലഭിക്കും. അതുകൊണ്ട് ഇവയെ നമ്മുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തണം. നാടൻ ഇനങ്ങൾ പ്രാദേശിക പരിസ്ഥിതിയോട് ഇണങ്ങി വളർന്നവയായതുകൊണ്ട് തന്നെ ആ പ്രദേശത്തുള്ള കീടങ്ങൾക്കും രോഗങ്ങൾക്കും എതിരെ ഒരു സ്വാഭാവിക പ്രതിരോധശേഷി അവർ ആർജിച്ചിട്ടുണ്ടാവും. അപ്പോൾ നമുക്ക് എന്ത് വേണ്ട, കീടനാശിനികളുടെ ഉപയോഗം കുറയ്ക്കാൻ വേണ്ടി പറ്റും. പ്രാദേശിക പരാഗണകാരികളായിട്ടുള്ള പ്രാണികൾ നിലനിർത്തുക വഴി പാരിസ്ഥിതിക സന്തുലിതാവസ്ഥയ്ക്കും ഗുണകരമാണ്. വളങ്ങളും വളരെ കുറച്ച് മാത്രം മതി, അതുവഴി ചെലവും കുറയ്ക്കാം. മികച്ച വിളവിന് മേന്മയുള്ള നടീൽ വസ്തുക്കൾ. ഗുണമേന്മയുള്ള നടീൽ വസ്തുക്കൾ ഉപയോഗിക്കുമ്പോഴേ മെച്ചപ്പെട്ട വിളവ് ലഭിക്കുള്ളൂ. മെച്ചപ്പെട്ട ഇനം നടീൽ വസ്തുക്കൾ ഉൽപ്പാദിപ്പിക്കുന്നതിനുള്ള വിവിധ മാർഗ്ഗങ്ങൾ താഴെ ഒരു ചിത്രീകരണമായിട്ട് തന്നിട്ടുണ്ട്. എന്തൊക്കെയാണ്? ഗ്രാഫ്റ്റിംഗ്, ബഡ്ഡിങ്, ലെയറിംഗ്, വർഗ്ഗസങ്കരണം, ടിഷ്യൂ കൾച്ചർ, GM വിള, ജനറ്റിക്കലി മോഡിഫൈഡ് വിള. ഇതിൽ ഗ്രാഫ്റ്റിംഗ്, ബഡ്ഡിങ്, ലെയറിംഗ്, വർഗ്ഗസങ്കരണം നമ്മൾ മുൻ ക്ലാസ്സുകളിൽ പഠിച്ചിട്ടുണ്ട്. ഇനി എന്താണ് ടിഷ്യൂ കൾച്ചറും GM വിളയും? GM വിളകൾ അഥവാ ജനറ്റിക്കലി മോഡിഫൈഡ് ക്രോപ്സ് ജനിതക എഞ്ചിനീയറിംഗ് വഴി ജനിതക ഘടനയിൽ മാറ്റം വരുത്തിയിട്ട് വിളകളിൽ പുതിയ സ്വഭാവ സവിശേഷതകൾ ഉൾച്ചേർക്കാൻ വേണ്ടി സാധിക്കും. അങ്ങനെ ഉണ്ടാക്കിയിട്ടുള്ള വിളകൾക്കാണ് നമ്മൾ GM വിളകൾ, ജനറ്റിക്കലി മോഡിഫൈഡ് വിളകൾ എന്ന് പറയുന്നത്. കീടബാധ ചെറുക്കുന്ന പരുത്തിച്ചെടി, BT കോട്ടൺ, കളനാശിനികളെ പ്രതിരോധിക്കുന്ന സോയാബീൻ, വിറ്റാമിൻ എ ധാരാളം അടങ്ങിയിട്ടുള്ള നെല്ലിനങ്ങൾ, ഗോൾഡൻ റൈസ് എന്ന് പറയും. ഇവയൊക്കെ ഈ GM വിളകൾക്ക് ഉദാഹരണങ്ങളാണ്. ഇനി എന്താ ടിഷ്യൂ കൾച്ചർ? മാതൃസസ്യത്തിൻ്റെ അതേ ഗുണസവിശേഷതകളുള്ള ധാരാളം സസ്യങ്ങൾ ഉൽപ്പാദിപ്പിക്കാൻ സഹായിക്കുന്ന ഒരു സാങ്കേതിക വിദ്യയാണ് ടിഷ്യൂ കൾച്ചർ. സസ്യത്തിൻ്റെ അനുയോജ്യമായിട്ടുള്ള ഒരു ഭാഗത്തു നിന്നും കലകളെ വേർതിരിച്ചെടുത്തിട്ട് പ്രത്യേക പോഷക മാധ്യമത്തിൽ വളർത്തിയാണ് തൈച്ചെടികളെ ഉണ്ടാക്കുന്നത്. ഇതിൽ ഗ്രാഫ്റ്റിംഗ്, ബഡ്ഡിങ്, ലെയറിങ് ഒക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് കുറച്ച് പരിശീലനം ലഭിച്ചാൽ നമുക്ക് സ്വന്തമായിട്ട് ചെയ്തു നോക്കാൻ പറ്റുന്നതാണ്. എന്നാൽ ടിഷ്യൂ കൾച്ചർ ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ചും കൂടെ മികച്ച സാങ്കേതിക പരിശീലനവും ആവശ്യമാണ്. ജലവിനിയോഗം. അവിടെ 2 പേരുടെ സംസാരം തന്നിട്ടുണ്ട്. നിങ്ങൾ പച്ചക്കറി കൃഷിയൊക്കെ മതിയാക്കുമോ എന്ന് ചോദിക്കേണ്ട ഒരാൾ. അപ്പോൾ അടുത്ത ആൾ എന്താ മറുപടി പറയുന്നത്? ചിലപ്പോൾ തോരാത്ത മഴ, ചിലപ്പോൾ തുള്ളി വെള്ളം പോലും ഇല്ലാത്ത വരൾച്ച, എന്തു ചെയ്യാൻ പറ്റുക? അതിനുള്ള കുറച്ച് പരിഹാര മാർഗങ്ങളാണ് നമ്മൾ ഇനി നോക്കാൻ പോകുന്നത്. ആദ്യത്തേത് ഹരിതഗൃഹം. മഴക്കാലത്തും വേനൽക്കാലത്തും ഒരേപോലെ കൃഷി ചെയ്യാൻ സഹായിക്കുന്ന സംവിധാനമാണ് ഹരിതഗൃഹം. പ്ലാസ്റ്റിക്, നൈലോൺ, പോളിയെത്തിലീൻ തുടങ്ങിയ ഷീറ്റുകൾ ഉപയോഗിച്ചിട്ടാണ് ഹരിതഗൃഹം നിർമ്മിക്കുന്നത്. എല്ലാ ഭാഗത്തും മറയുള്ളതിനാൽ കീടരോഗബാധ കുറയ്ക്കാൻ ഇതിലൂടെ കഴിയും. തുള്ളിനന, ഡ്രിപ്പ് ഇറിഗേഷൻ. ജലത്തെ തുള്ളികളായി വേരുപടലത്തിലേക്ക് വീഴ്ത്താൻ സഹായിക്കുന്ന പൈപ്പുകളും വാൽവുകളും ഉപയോഗിച്ചിട്ടുള്ളൊരു ജലസേചന രീതിയാണ് തുള്ളിനന. ഇങ്ങനെ ചെയ്യുമ്പോൾ ജലനഷ്ടം പരമാവധി കുറയ്ക്കാൻ വേണ്ടി പറ്റും. അതുപോലെ എല്ലാ ചെടികൾക്കും ജലലഭ്യത ഉറപ്പുവരുത്താനും കഴിയും. പരുത്തിത്തുണി കൊണ്ടുള്ള തിരിയുടെ സഹായത്താൽ ജലസ്രോതസ്സിൽ നിന്ന് ചെടികളുടെ വേരുപടലത്തിന് സമീപത്തേക്ക് ജലം എത്തിക്കുന്ന രീതിയാണ് തിരിനന. തുള്ളിനനയേക്കാൾ കുറച്ച് ജലേ ഇതിനാവശ്യം വരുന്നുള്ളൂ. ബാഷ്പീകരണ നിമിത്തമുള്ള ജലനഷ്ടം കുറയ്ക്കുവാൻ കരിയിലകൾ, വൈക്കോല് എന്നിവയൊക്കെ ഉപയോഗിച്ചിട്ട് കൃഷിയിടങ്ങളിലെ മണ്ണിനെ ആവരണം ചെയ്യുക, അങ്ങനെ പൊതിഞ്ഞു വെക്കുന്ന ഒരു പരമ്പരാഗത രീതിയാണ് പുതയിടൽ. കളകളുടെ വളർച്ച കുറയ്ക്കുവാനും മണ്ണ് കൂടുതൽ ജൈവസമ്പുഷ്ടാക്കാനും ഒക്കെ ഈ രീതിയിലൂടെ കഴിയും. കീടനിയന്ത്രണം. താഴെ കുറച്ച് ചിത്രങ്ങൾ തന്നിട്ടുണ്ട്. എന്ത് പ്രശ്നത്തിനാണ് അത് കാണിക്കുന്നത്? ആദ്യം തന്നിട്ടുള്ളത് പയറിൽ കാണുന്ന കായതുരപ്പൻ എന്നുള്ള ഒരു കീടത്തിൻ്റെ ചിത്രമാണ്. രണ്ടാമത് വെണ്ടയിൽ കാണുന്ന ഇല ചുരുട്ടിപ്പുഴു, തണ്ടുതുരപ്പൻ വഴുതനയിൽ കാണുന്നത്. നമ്മുടെ പ്രദേശത്തെ വിളകളെ ബാധിക്കുന്ന പ്രധാന കീടങ്ങൾ ഏതെല്ലാമാണ്? ഈ കീടങ്ങളൊക്കെ നിയന്ത്രിക്കുവാൻ നമ്മുടെ പ്രദേശത്തുള്ള കർഷകർ സ്വീകരിക്കുന്ന മാർഗ്ഗങ്ങൾ എന്തൊക്കെയാണെന്ന് ചോദിച്ചിട്ടുണ്ട്. ഏതൊക്കെയാണ് കീടങ്ങൾ? തെങ്ങിൽ കാണുന്ന ഓല ചുരുട്ടിപ്പുഴു, തണ്ടുതുരപ്പൻ, ചാഴി, തെങ്ങിൽ കൊമ്പൻ ചെല്ലി, ചുവന്ന തെങ്ങ് ചെല്ലി,
വെള്ളീച്ച, മുന്ന, കായതുരപ്പൻ, തണ്ടുതുരപ്പൻ തുടങ്ങിയ കീടങ്ങൾ പച്ചക്കറികളിൽ കാണും. വാഴകളിൽ തടതുരപ്പൻ, പുഴു, പിണ്ടിച്ചെല്ലിയൊക്കെ കാണും. ഇനി കീടങ്ങളെ നിയന്ത്രിക്കുവാൻ എന്തെല്ലാം മാർഗങ്ങളാണുള്ളത്? കീടങ്ങളെ നമുക്ക് കൈകൊണ്ട് പെറുക്കി നശിപ്പിക്കാൻ വേണ്ടി പറ്റും. അതുപോലെ പിന്നെ കീടക്കെണികൾ, വിളക്ക് വെളിച്ചം, ഫിറമോൺ കെണികൾ പോലെ കീടക്കെണികൾ ഉപയോഗിക്കുക. വേപ്പിൻ കുരുസത്ത്, വേപ്പെണ്ണ, വെളുത്തുള്ളി മിശ്രിതം, പുകയില കഷായം തുടങ്ങിയിട്ടുള്ള ജൈവ കീടനാശിനികളുടെ ഉപയോഗം. ഈ കീടങ്ങളെ നിന്ന് നശിപ്പിക്കുന്ന മിത്ര കീടങ്ങളെ പ്രോത്സാഹിപ്പിക്കുക. കീടബാധ കഠിനമാകുമ്പോൾ മാത്രം നിർദ്ദേശിക്കപ്പെട്ട അളവിൽ രാസകീടനാശിനികൾ ഉപയോഗിക്കുക. സംയോജിത കീടനിയന്ത്രണം, ഇൻ്റഗ്രേറ്റഡ് പെസ്റ്റ് മാനേജ്മെൻറ്റ്. കീടനിയന്ത്രണത്തിന് വ്യത്യസ്തമായിട്ടുള്ള മാർഗ്ഗങ്ങൾ നിലവിലുണ്ടെന്ന് ഇപ്പോൾ മനസ്സിലായി. കീടങ്ങളുടെ സാന്ദ്രത, വിളകളുടെ സ്വഭാവം എന്നിവ കണക്കിലെടുത്തിട്ട് വേണം ഏത് കീടനിയന്ത്രണ മാർഗ്ഗമാണ് നമ്മൾ ഉപയോഗിക്കേണ്ടതെന്ന് തിരഞ്ഞെടുക്കാൻ വേണ്ടിയിട്ട്. മുഴുവൻ കീടങ്ങളെയും കൊന്നൊടുക്കുക എന്നല്ല, വിളകൾക്ക് നാശനഷ്ടം ഉണ്ടാവാത്ത തരത്തിൽ ഈ കീടങ്ങളുടെ പെരുകൽ നിയന്ത്രിക്കുക. അതാണ് കർഷകരുടെ ആവശ്യം. പരിസ്ഥിതിക്കും ആരോഗ്യത്തിനും ദോഷകരമായ കീടനാശിനികൾ എപ്പോഴും ഇതിനു വേണ്ടി ഉപയോഗിക്കേണ്ടതില്ല. പലതരം വലകളും കെണികളും കൊണ്ടുള്ള യാന്ത്രിക കീടനിയന്ത്രണ മാർഗ്ഗങ്ങളും മിത്രകീടങ്ങൾ, കീടബാധ ചെറുക്കാൻ കഴിവുള്ള വിത്തിനങ്ങളുടെ കൃഷി എന്നിവയിലൂടെ കീടനാശിനികളുടെ ഉപയോഗം പരമാവധി കുറയ്ക്കുന്ന രീതിയാണ് സംയോജിത കീടനിയന്ത്രണം എന്ന് പറയുന്നത്. കീടങ്ങൾ പെരുകുകയും വിളനഷ്ടം ഉണ്ടാകാൻ സാധ്യത ഏറുകയും ചെയ്യുന്ന സാഹചര്യത്തിൽ നിർദ്ദേശിക്കപ്പെട്ട അളവിലും മുൻകരുതലുകൾ പാലിച്ചിട്ടും വേണം കീടനാശിനികൾ ഉപയോഗിക്കാൻ. സംയോജിത കൃഷി സസ്യപരിപാലനം മാത്രമാണോ കൃഷി? ഒരേ കൃഷിയിടത്തിൽ വിവിധ കൃഷിരീതികൾ പരസ്പരം ബന്ധിപ്പിച്ച് നടത്തുന്ന രീതിയാണ് സംയോജിത കൃഷി രീതി. ഒരു ഉദാഹരണത്തിന് നെൽകൃഷി, കന്നുകാലി വളർത്തൽ, കോഴി വളർത്തൽ, പച്ചക്കറി കൃഷിയൊക്കെ ഒരുമിച്ച് ചെയ്യാം. അതിൻ്റെ പ്രധാന ഗുണങ്ങൾ എന്തെല്ലാണ്? അവശിഷ്ടങ്ങളുടെ പുനരുപയോഗം. ഒരു കൃഷിയിൽ നിന്നുള്ള ഉപോൽപ്പന്നങ്ങൾ മറ്റൊന്നിന് വളമായിട്ടോ തീറ്റയായിട്ടോ ഉപയോഗിക്കാൻ വേണ്ടി പറ്റും. കന്നുകാലികളുടെ ചാണകം പച്ചക്കറിക്കും നെല്ലിനും വളമായിട്ട് ഉപയോഗിക്കുക. അതിന് പകരമായിട്ട് ഈ നെല്ലിൽ നിന്നുള്ള തവിടും വൈക്കോലൊക്കെ കന്നുകാലികൾക്ക് തീറ്റയായിട്ടും നൽകാം. ഇതുവഴി മണ്ണിൻ്റെ ഫലപുഷ്ടി വർദ്ധിക്കും. ഉൽപ്പാദന ചെലവ് കുറയ്ക്കാൻ വേണ്ടി പറ്റും. എങ്ങനെയാണ്? വളവും തീറ്റയും പുറത്തുനിന്ന് വാങ്ങുന്നത് കുറവായതുകൊണ്ട് ചെലവ് കുറയ്ക്കാൻ വേണ്ടി പറ്റും. ഒരേ സ്ഥലത്ത് തന്നെ പച്ചക്കറികളും മുട്ടയും പാലും ലഭിക്കുന്നതിനാൽ മെച്ചപ്പെട്ട ഭക്ഷ്യസുരക്ഷ ഉറപ്പാക്കാൻ പറ്റും. സ്മാർട്ട് ഫാമിംഗ്. ആധുനിക സാങ്കേതിക വിദ്യകൾ കൃഷിയിൽ ഫലപ്രദമായി പ്രയോജനപ്പെടുത്തുന്നതാണ് സ്മാർട്ട് ഫാമിംഗ്. നമുക്ക് നോക്കാം. നിർമ്മിത ബുദ്ധി, AI, IoT, ഇൻ്റർനെറ്റ് ഓഫ് തിങ്സ്, ഇതൊക്കെ എങ്ങനെയാണ് കൃഷിയിൽ സഹായകമാവുന്നത് നോക്കാം. എങ്ങനെയാണ് AI സഹായകമാവുന്നത്? വിളകളുമായി ബന്ധപ്പെട്ട ചിത്രങ്ങൾ, വിവരങ്ങൾ എന്നിവ പങ്കുവെച്ച് നിർമ്മിത ബുദ്ധിയുടെ സഹായത്താൽ പ്രശ്നപരിഹാര മാർഗ്ഗങ്ങൾ കണ്ടെത്താൻ വേണ്ടി പറ്റും. ഇൻ്റർനെറ്റ് ഓഫ് തിങ്സ്, സെൻസറുകളുടെ സഹായത്താൽ ജലാംശം, ഫലഭൂയിഷ്ഠത, കീടബാധ എന്നിവ തിരിച്ചറിഞ്ഞ് യന്ത്രസഹായത്താൽ പ്രശ്നപരിഹാര സംവിധാനം ഒരുക്കാൻ വേണ്ടി പറ്റും. ഹൈഡ്രോപോണിക്സ്, പോഷകലായനിയിൽ സസ്യങ്ങളെ വളർത്തുകയും സെൻസറുകളുടെ സഹായത്താൽ പോഷകങ്ങളുടെ അളവ് തിരിച്ചറിഞ്ഞ് ആവശ്യാനുസരണം ലഭ്യമാക്കുകയും ചെയ്യുന്നു. എയറോപോണിക്സ്, വായുവിലേക്ക് വളർന്നു നിൽക്കുന്ന വേരുകളിലേക്ക് ജലവും പോഷകങ്ങളും യഥാസമയം സെൻസറുകളുടെ സഹായത്താൽ ലഭ്യമാക്കും. ഈ കൃഷി മാത്രം സ്മാർട്ടായാൽ മതിയോ? ഓൺലൈൻ മാർക്കറ്റിങ്ങിൻ്റെ കാലഘട്ടത്തിൽ കാർഷികോൽപ്പന്ന വിപണനവും സ്മാർട്ടാവേണ്ടേ? നമ്മൾ വിത്തിറക്കുന്നത് മുതൽ വിളവെടുപ്പ് വരെയുള്ള കാര്യങ്ങൾ ഉപഭോക്താക്കൾക്ക് നേരിൽ കാണാനുള്ള സംവിധാനം ഒരുക്കിയാൽ ഉൽപ്പന്നങ്ങളുടെ വിശ്വാസ്യതയും വിപണിയിലുള്ള അവയുടെ മൂല്യവും എന്ത് ചെയ്യാൻ പറ്റും? വർദ്ധിപ്പിക്കാൻ പറ്റില്ലേ? കൃഷിയിടങ്ങളിലെ സെൻസറുകൾ, ഡ്രോണുകൾ, AI ക്യാമറകൾ എന്നിവയിലൂടെ ഇത് എളുപ്പത്തിൽ സാധ്യമാക്കാം. ഉൽപ്പന്നങ്ങളെ ലോകമെമ്പാടുമുള്ള ഉപഭോക്താക്കളിലേക്ക് നേരിട്ട് എത്തിക്കാനും ഇതിനാകും. ഭൗമസൂചിക പദവി ലഭിച്ചിട്ടുള്ള ഉൽപ്പന്നങ്ങളുടെ ആഗോള വിപണന സാധ്യത വർദ്ധിപ്പിക്കുവാനും ഇതിലൂടെ സാധിക്കും. ഭൗമസൂചിക പദവി, അവിടെ ഒരു പത്രവാർത്ത കൊടുത്തിട്ടുണ്ട്. കേരള കശുവണ്ടിക്ക് ഭൗമസൂചിക പദവിക്ക് ശ്രമം. ഭൗമസൂചിക പദവി എന്ന് പറയുന്നത് ഒരു പ്രത്യേക ഭൂപ്രദേശത്തിൻ്റെ സവിശേഷതകൾ കൊണ്ട് പ്രസിദ്ധമായിട്ടുള്ള ഉൽപ്പന്നങ്ങൾക്കാണ് ഭൗമസൂചിക പദവി നൽകുന്നത്. ഇത്തരം പദവി ലഭിക്കുന്ന ഉൽപ്പന്നങ്ങൾക്ക് വിപണിയിൽ കൂടുതൽ അംഗീകാരവും വിലയും ലഭിക്കും. പാലക്കാടൻ മട്ടയരി, മലബാർ കുരുമുളക്, കുറ്റ്യാട്ടൂർ മാങ്ങ, കൊടുങ്ങല്ലൂർ പൊട്ടുവെള്ളരി, തിരൂർ വെറ്റില ഇവയൊക്കെ ഇങ്ങനെ ഭൗമസൂചിക പദവി ലഭിച്ചിട്ടുള്ള വിളകൾക്ക് ഉദാഹരണങ്ങളാണ്. കൃഷിയിലെ വൈവിധ്യം. ഭക്ഷ്യവസ്തുക്കൾ ഉൽപ്പാദിപ്പിക്കുന്നത് മാത്രമാണോ കൃഷി? അല്ല അല്ലേ? താഴെ തന്നിട്ടുള്ള ചിത്രങ്ങൾ നോക്കൂ. എന്തൊക്കെ കൃഷികളാണത്? ഇലവാഴ കൃഷി, ഉദ്യാന കൃഷി, പക്ഷി വളർത്തൽ, ഔഷധ സസ്യ കൃഷി, വെറ്റില കൃഷി, പുഷ്പകൃഷി, അലങ്കാര മത്സ്യകൃഷി, ഓമന മൃഗങ്ങളെ വളർത്തൽ. ഈ കൃഷിയുടെ വൈവിധ്യവൽക്കരണം കൊണ്ടുള്ള പ്രയോജനങ്ങൾ എന്തെല്ലാണ്? ഇതിൽ സ്ഥലപരിമിതി ഉള്ളവർക്ക് പോലും ചെയ്യാൻ പറ്റുന്ന കൃഷി ഇനങ്ങൾ ഏതെല്ലാണ്? എന്തൊക്കെയാണ്?
ഭക്ഷ്യവസ്തുക്കൾ ഉൽപ്പാദിപ്പിക്കുന്നത് മാത്രമല്ല, നമ്മൾ പൂക്കൾ, ഔഷധ സസ്യങ്ങൾ, അലങ്കാര മത്സ്യങ്ങൾ, വളർത്തുമൃഗങ്ങൾ തുടങ്ങിയവയുടെ പരിപാലനം കൃഷിയുടെ ഭാഗമാണ്. കൃഷിയുടെ വൈവിധ്യവൽക്കരണം കൊണ്ട് നമുക്ക് വരുമാന വർധനവ് ഉണ്ടാക്കാൻ പറ്റും. ഒന്നിലധികം ഇനങ്ങൾ കൃഷി ചെയ്യുന്നതിലൂടെ കർഷകർക്ക് കൂടുതൽ സാമ്പത്തിക നേട്ടം ലഭിക്കും. ഒരു വിള പരാജയപ്പെട്ടാലും മറ്റിനങ്ങളിൽ നിന്ന് ലാഭം ലഭിക്കുന്നത് നഷ്ടസാധ്യത കുറയ്ക്കുന്നു, വിപണി സാധ്യത കൂട്ടും, ഒരുപാട് തൊഴിലവസരങ്ങൾ ഇതുവഴി തുറന്നു കിട്ടും. ഇനി സ്ഥലപരിമിതി ഉള്ളവർക്ക് ചെയ്യാൻ പറ്റുന്ന കൃഷി ഏതൊക്കെയാണ്? ഔഷധ സസ്യ കൃഷി, ചട്ടികളിലോ ചെറിയ ഇടങ്ങളിലൊക്കെ വളർത്താൻ വേണ്ടി പറ്റും. അലങ്കാര മത്സ്യകൃഷി ചെറിയ ടാങ്കുകളിലോ ഓഫീസ് ബൗളുകളിലൊക്കെ ചെയ്യാൻ പറ്റും. ഓമന മൃഗങ്ങളെ വളർത്തൽ കുറഞ്ഞ സ്ഥലത്ത് ചെയ്യാം. പുഷ്പകൃഷിയും ബാൽക്കണിയിലോ ടെറസിലോ ഒക്കെ ഗ്രോ ബാഗുകൾ ഉപയോഗിച്ച് ചെയ്യാം. കർഷകർക്കായി മൊബൈൽ ആപ്പുകൾ, കാലാവസ്ഥാ മുന്നറിയിപ്പുകൾ, കീടരോഗബാധ മുന്നറിയിപ്പുകൾ, കൃഷി സംബന്ധിയായിട്ടുള്ള വിദഗ്ധോപദേശങ്ങൾ, വിപണി വില നിലവാരം, കർഷകർക്കുള്ള ആനുകൂല്യങ്ങളെക്കുറിച്ചുള്ള വിവരങ്ങൾ എന്നിവയെല്ലാം ലഭിക്കുന്ന ആപ്പുകളുണ്ട്. ഇത്തരം സൗകര്യങ്ങൾ ശരിയായ രീതിയിൽ പ്രയോജനപ്പെടുത്തിയാൽ കാർഷിക മേഖല കൂടുതൽ കരുത്താർജിക്കും. നമ്മുടെ പാഠഭാഗം ഇവിടെ തീരുകയാണ്. ഇനി നമുക്ക് വിലയിരുത്താവും തുടർ പ്രവർത്തനങ്ങളും നോക്കാനുണ്ട്. ഇത് അടുത്തൊരു പാർട്ടായിട്ട് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും.